സോഷ്യൽ മീഡിയ, നമ്മുടെ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നത്. ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ പഴയ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു രീതിയാണ്, നീ എന്തിനു മൊബൈൽ കൊടുത്തു, നീ എന്തിനു കമ്പ്യൂട്ടർ കൊടുത്തു, അതുകൊണ്ടല്ലേ ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ഒരു കോമൺ ടോക്കാണത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ലോകം വളരുകയാണ്. നമ്മൾ മാത്രം ഇവിടെ അപ്ഡേറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നിലായി പോകത്തേ ഉള്ളൂ. നമ്മുടെ ലോകം, നമ്മൾ ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മളതൊന്നും അറിയാതെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതല്ലാതെ കൊടുക്കരുത് എന്നുള്ള ഒരു മാനദണ്ഡം ഇല്ല. അല്ലെങ്കിൽ അത് കാരണം അവരുടെ മാനസികാരോഗ്യം പോകുന്നു, മെന്റൽ ഹെൽത്ത് മോശമായി പോകുന്നു എന്നുള്ളൊരു കാര്യമേ ഉദിക്കുന്നില്ല. നമ്മൾ എത്ര അളവിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. കാരണം നമ്മുടെ ജനറേഷനിലുള്ള ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു സ്കൂൾ ലെവലിൽ ഒരു 8-9 ലെവലിലൊക്കെ നമ്മൾ സ്കൂളുകളിൽ പുതിയതായിട്ട് കമ്പ്യൂട്ടർ ലാബ്സ് കൊണ്ടുവന്നു. അതിന് മുന്നേ വരെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ്സ് ഇല്ല. കമ്പ്യൂട്ടറിന്റെ ലാബ്സ് കൊണ്ടുവരുന്നു, ചെറുതായിട്ട് കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കുന്നു. അതുള്ളത് കൊണ്ടാണ് ഇന്ന് ആ ജനറേഷനിലുള്ള ഒരു 3/4 ആൾക്കാർക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും അതുവഴിയുള്ള തൊഴിൽ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്നതും അതിന് മേലിലുള്ള റിസർച്ചുകൾ ചെയ്യാൻ പറ്റുന്നതും. അന്ന് അതൊന്നും ചെയ്യുന്നില്ല. കുട്ടികളെ കമ്പ്യൂട്ടറിന് ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിലും കുറച്ചുകൂടെയൊക്കെ ടെക്നോളജി നല്ല ഡെവലപ്ഡ് ആണ്. അവർക്ക് അത് പരിചയപ്പെടുത്തണം. ആ പരിചയപ്പെടുത്തേണ്ടത് എത്രത്തോളം പരിചയപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അത് മാത്രമാണ് കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ടാക്കണം. അത് ഏത് ക്ലാസ് മുതലാണ് അവർക്ക് കൊടുക്കേണ്ടത്, എത്ര അളവിൽ അവർക്കത് കൊടുക്കണം എന്നുള്ളതും കൂടി ഒരു കൃത്യമായിട്ടൊരു മാനദണ്ഡം നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അല്ലാതെ അതൊരു മാനസികാരോഗ്യ പ്രശ്നം എന്നുള്ളതല്ല. എപ്പോഴും അഡിക്ഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ഈ ചായ പഞ്ചസാരയിട്ട് കുടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പഞ്ചസാരയിട്ട് ഒരിക്കലും ചായ കുടിക്കരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും പോസിബിൾ അല്ല, ആർക്കും പോസിബിളും അല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ആ പറയുന്നത് പോലെ എന്ത് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുള്ളത് ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിക്ക് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് അറിയാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് അവർ പുറത്തു പോയി കളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈലും കൊടുത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുൾ അത്രയും ആക്സസിബിലിറ്റി അവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അതിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം കൊടുക്കണം എന്നുള്ള തീരുമാനിച്ചതിന് ശേഷം മാത്രം അതിന് ആ പരിധി വരെ അവരെ എക്സ്പോസ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ആ ഒരു എക്സ്പോസിങ് ഒഴിവാക്കാം. അതിനെ ഓരോ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഓരോ അവരുടെ പ്രായം വ്യത്യാസം അനുസരിച്ചിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. ആ സമയത്ത് മാത്രം അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.